ഞാൻ ഓൾറെഡി അപ്പൂസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞതാണല്ലേ? അല്ല, ഇത് ഞാൻ അപ്പൂസ് ഒരു കാര്യം പറ്റേ, ഇത് എനിക്കും ഈ യമുന എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സാധനം പ്രൊമോഷൻ ഈ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു. എന്നാലും വിളിച്ച സ്ഥിതിക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഞാനും ഇവിടെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ചെയ്തോണ്ടിരുന്നത്. നമ്മളൊരു സാധനം കമ്മിറ്റ് ചെയ്തിട്ട് എന്താ സംഭവം, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം ക്യാരി ചെയ്യണോ എന്താണെന്ന് അറിയില്ല. അപ്പോഴും അപ്പൂസ് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൂസ് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ടെലി ബ്രാൻഡിങ് എന്റെ അടുത്ത് അമ്മയാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് കളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൂസ് ഡീൽ ചെയ്യണം. കാരണം നമ്മൾ സുരേഷ് സാറായിട്ടുള്ള ഡീലിംഗ്സ് ആണ്. എനിക്ക് ഇതിൽ എന്റെ ക്രെഡിബിലിറ്റി വലിച്ചേക്കാൻ പറ്റത്തില്ല. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ അല്ല, അലമ്പാക്കണ്ട, ചെയ്തേക്കാം എന്തായാലും. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്. അപ്പൊ നിങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട് പറയണമായിരുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതാണ് കറക്റ്റ് ആയിട്ട്. എന്താണെന്ന് എനിക്ക് അറിയില്ല. കോമ്പൻസേഷന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ അതില്? അല്ല, കോമ്പൻസേഷന്റെ പ്രശ്നമൊന്നുമല്ല, അതൊക്കെ വേറെ. പക്ഷെ ഇത് പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ പുള്ളിക്കാരും കംഫർട്ടബിൾ അല്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യാനാ? പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് പുള്ളിക്കാരി ചെയ്യില്ലെന്നല്ലേ പറയുന്നത്? അല്ല, നിങ്ങൾ ആദ്യമേ എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് പറക്കാട്ടിന്റെ എന്നാ പറഞ്ഞു. അപ്പൊ ഐ തോട്ട് മേ ബി എന്തെങ്കിലും നമ്മൾ ആ എഗ്രിമെന്റിൽ കറക്റ്റ് ആയിട്ട് യമുന ഗ്രൂപ്പ്സ് മെൻഷൻ ചെയ്തിട്ടുള്ള അതിന്റെ ഇതല്ലേ കൊടുത്തത് അയച്ചത്? യമുന ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ഇത് എന്താ സംഭവം നമുക്കറിയില്ലല്ലോ. എന്റെ അടുത്ത് ചോദിച്ചില്ലേ, നേരത്തെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയില്ലേ വരുന്നതിന് മുൻപായിട്ട് യമുന ഗ്രൂപ്പ്സ് എന്താ? നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ ഒരു ആഡ് ചെയ്യുന്നതിന് മുൻപ് ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു നോക്കാൻ. അല്ല, ഞാൻ അപ്പൂസിനെ വിളിച്ച് കറക്റ്റ് ആയിട്ട് ചോദിച്ചപ്പോ എന്റെ അടുത്ത് റിവ്യൂ പറയാനായിരിക്കും. നേരത്തെ അനുശ്രീ എന്തോ ചെയ്തു ജ്വല്ലറിന്റെ ആഡ്, അതേപോലെ റെബേക്ക സന്തോഷ് എന്തോ ചെയ്യുന്നുണ്ട് ആഡ്. അവരൊക്കെ ഇതാണോ ചെയ്യുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ. ഞാനിപ്പോ ലാസ്റ്റ് മിനിറ്റിൽ അവര് ഇതൊക്കെ ഇതാണോ ചെയ്യുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പറക്കാട്ടിന്റെ ആയിരുന്നില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ച ഷോറൂമിൽ വല്ല വിസിറ്റ് ചെയ്തിട്ട് സാധനം മേടിച്ചോണ്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊരു ആയിട്ട് ഒരു പ്രൊഡക്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് യമുന ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്യാൻ പാടില്ല. ഇവിടെ ഈ കള്ളിമുണ്ടും പ്ലാസ്റ്റിക് ആണെന്ന് കരുതി ഒരാളെ പുച്ഛിക്കുന്നത് ശരിയല്ല. അവരുടെ കള്ളിമുണ്ടും പ്ലാസ്റ്റിക്കും ആയതുകൊണ്ട് പുച്ഛിക്കുന്നതല്ല. ബിക്കോസ് ഐ എം നോട്ട് കംഫർട്ടബിൾ ഹോൾഡിംഗ് ദിസ് ചെരുപ്പ്. അതാ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എന്തായാലും നമ്മൾ കമ്മിറ്റ് ചെയ്ത് സ്ഥിതിക്ക് ചെയ്തിട്ട് പോയേക്കാം. അല്ല കുട്ടു, ഐ എം നോട്ട് കംഫർട്ടബിൾ. ഞാൻ ഇത് ചെയ്തപ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തല്ലോ. ബിക്കോസ് ഓക്കെ ഫൈൻ, എനിക്ക് കുഴപ്പമില്ല. അത് ഒരു ബക്കറ്റ് കോമഡി ആയിട്ട് എടുക്കുക. ഇതെങ്ങനെ ഞാൻ ചെരുപ്പ് വെച്ചിട്ട് ഞാൻ ഇത്രയും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ട് ഞാൻ ചെരുപ്പ് വെച്ചിട്ട് ഇരിക്കുന്നത്? ഐ ഡോണ്ട് തിങ്ക് ഐ കൻ ഡു ജസ്റ്റിസ്. നമ്മളിനി ഒരു എംബനെ വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇവരെ വിളിച്ചത്. ആ ഇവർക്കുള്ള കോമ്പൻസേഷൻ ഞാൻ ആൻസർ പറയേണ്ടത്. ചാതിൽ എന്താ ചെയ്യണ്ട? ഇനി മൂഡില്ല. ഈ അപ്പൂസ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ്. അല്ല, അത് ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല. കോമ്പൻസേഷൻ എത്ര? അവര് ചെയ്യില്ലെന്നല്ലേ പറയുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന് നമ്മൾ സാധനം ചെയ്യണമെന്നല്ല വിചാരിച്ചിട്ടില്ലേ. അല്ല, നമുക്കിത് ചെയ്തേക്കാന്നേ, വിട്ടുകളാ, ചെയ്തിട്ട് പോവാം. അല്ല, ഇനിയിപ്പോ ആയതിന്റെ പേരിൽ ഇനിയിപ്പോ വെറുതെ ഒന്നില്ലെങ്കിൽ ഇതിപ്പോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കോമ്പൻസേഷൻ വേഗം തരിക. ഞാൻ ഇങ്ങനെ പറയരുത്. ഇത് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക്. ഇത് എന്നെ വെറുതെ വലിച്ചഴിക്കരുത്. ഞാൻ ഓൾറെഡി നമ്മളുടെ ക്രൂ ഓൾറെഡി നിങ്ങൾക്ക് എഗ്രിമെന്റ് അയച്ചതാണ്. നമ്മളുടെ എനിക്കും അറിയില്ലായിരുന്നു പറഞ്ഞിട്ടാണ് നമ്മളെ ഇവിടെ വിളിച്ചത്. അപ്പൊ ശ്രീതിന് ഗ്രൂപ്പിന്റെ പേര് അറിയാമായിരുന്നല്ലോ, യമുന ഗ്രൂപ്പിന്റെ പേര് അറിയാമായിരുന്നു. ഗ്രൂപ്പിന്റെ പേര് എനിക്കറിയായിരുന്നു. അപ്പൊ ഇയാളല്ലേ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടിയിരുന്നത്. താങ്കൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമില്ല. ഞാൻ ഇനി എന്താ ആൻസർ ചെയ്യേണ്ട? എന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ആളല്ലേ. പിന്നെ എത്ര ആഡ്സ് ചെയ്ത ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെയാണ് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു വരുത്തിയ അപമാനിക്കുന്നത്. ഇത് ആരും അപമാനിക്കലോ അല്ല. ഇതിപ്പോ എനിക്ക് അപമാനം അല്ല. ഇതിപ്പോ ഞാനിത് എനിക്ക് ചെയ്യണമെന്ന് കുഴപ്പമില്ല. ഞാൻ മുണ്ട് കൊടുക്കും, മറ്റേ ബക്കറ്റും പിടിക്കും, ചപ്പലും ഇടും. She is not comfortable. അത് അപ്പൊ നമ്മൾ ആ ഒരു അല്ല, എന്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ അപ്പൂസിന്റെ അടുത്ത് ഉച്ചയ്ക്ക് വിളിച്ച് ചോദിച്ചപ്പോ എന്താ എന്റെ അടുത്ത് ഉച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല. അപ്പൂസൻ പറഞ്ഞിട്ടില്ല. ഡോണ്ട് ലൈ. ഞാൻ കറക്റ്റ് ആയിട്ട് ചോദിച്ചത്. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ മാൻ? നിങ്ങളല്ല അത് പ്രോപ്പർ ആയിട്ട് ചോദിക്കേണ്ടത്. നിങ്ങൾ ആ ബ്രാൻഡിനെ പറ്റി, നിങ്ങൾ ചെയ്യാൻ വരുന്ന ഒരു ബ്രാൻഡിനെ പറ്റി നിങ്ങൾക്ക് ഒരു സാമാന്യ ബോധമില്ല. അപ്പൊ അപ്പൂസിനെ കുറെ തവണ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. ഏതെങ്കിലും ആൾക്കാർ വന്നിങ്ങനെ വിളിച്ച് പറയാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഏതെങ്കിലും ആൾക്കാരല്ല നമ്മള്. ഏതെങ്കിലും ആൾക്കാരല്ല. അല്ല, ഇത് അലമ്പ് സീനായി പോട്ടെ മൊത്തത്തിൽ. എനിക്കൊരു മൂഡില്ല ഇനി ചെയ്യാൻ ഇതാണ് എന്റെ മൂഡ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇത്ര അപ്പൂസിന്റെ അടുത്ത് നമ്മൾ നേരത്തെ ഇതിനു മുമ്പൊക്കെ നമ്മൾ വർക്ക് ചെയ്തിരുന്നല്ലേ? അതല്ല, അത്
നിക്ക് അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. കറക്റ്റ് ആയിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലേ പറയുന്നത്? മെയിൽ നമ്മൾ ചെക്ക് ചെയ്തില്ല. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ ജ്വല്ലറിയുടെ സാധനത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. താങ്കൾക്ക് ഒരു മിനിമം ഒരു എന്താ പറയാ കോമൺ സെൻസ് ഇല്ലേ? ഒരു ബ്രാൻഡ് അസോസിയേറ്റ് ചെയ്യുന്ന തേങ്ങയാണ് പറഞ്ഞത്. ഹലോ ശബ്ദം താഴ്ത്ത്. ഞാൻ ഇത്ര നേരം ഞാൻ മിണ്ടാതിരിക്കണായിരുന്നു. ശബ്ദം താഴ്ത്ത്. ഞാൻ എന്തുകൊണ്ടാണ് ഗുണ്ട് കൂടെ ഉള്ളവരെ ഞാൻ മിണ്ടാതിരിക്കണായിരുന്നു കേട്ടാ. ശബ്ദം താഴ്ത്ത്. എനിക്കറിയാം എന്നെ വിളിച്ചു വരുത്തിയിട്ടാ ഉണ്ടാക്കിയത്. താങ്കൾ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. പിന്നെ അവരെന്തോന്ന് തോന്നിയ ദിവസം പറയുന്നത്? അവനിവന്തൊക്കെ താൻ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് ഇറക്കണ്ട. താനാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. താങ്കൾ കോമ്പൻസേഷൻ മേടിക്കണ കാണട്ടെന്ന്. പൈസ തന്നിട്ടല്ലേ വിളിച്ചു വരുത്തിയത്? പൈസ തന്നിട്ടല്ലേ വിളിച്ചു വരുത്തിയത്? അതല്ല ഞാൻ കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇത്ര നേരം ക്ഷമിച്ചു. ഞാൻ ചെക്ക് ചെയ്തിരുന്നില്ല. നീ ഓക്കെ അല്ലേ? ഞങ്ങൾക്ക് 3 lakhs മതി കോമ്പൻസേഷൻ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഞാനൊരു കാര്യം പറയട്ടെ ഗദ്ദാഫി, ഇത് ഹലോ മൈൻഡ് യുവർ വേർഡ്സ്. ഓക്കെ, ജസ്റ്റ് മൈൻഡ് യുവർ വേർഡ്സ്. പിന്നെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരാതെ വെറുതെ. നമ്മൾക്കറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ മെയിൽ എങ്ങനെയാണ് മെയിലിന്റെ ത്രൂ വർക്ക് ചെയ്യുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. നമ്മളൊന്നും അങ്ങനത്തെ കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്തിട്ടല്ല, നമ്മൾ എവിടെയും പോയിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഇത് ഇവിടെ അപ്പൂസിന്റെ അടുത്ത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പോലും വിളിച്ചപ്പം അപ്പൂസ് പറഞ്ഞ പറക്കാട് ജ്വല്ലറിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, റിവ്യൂ പോലെ എന്തെങ്കിലും പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു ജ്വല്ലറി എന്തെങ്കിലും ഇടണോ അങ്ങനത്തെ, എനിക്ക് ബിക്കോസ് കോസ്റ്റ്യൂം അതിനനുസരിച്ച് എനിക്ക് ഇടണം. അപ്പൊ പറഞ്ഞു ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ കോസ്റ്റ്യൂം ഇട്ടാൽ മതി. സോറി, നോർമൽ കോസ്റ്റ്യൂം മതി, ജ്വല്ലറി എന്താ പറയാ അർച്ചന, നമ്മൾ രംഭേനെ അടക്കം വേണ്ടെന്ന് വെച്ചിട്ടാണ് ശ്രീജിത്ത് വിജയമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. അറിയോ? നമ്മള് ഞാനാണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട് ഈ പ്രോപ്പർ ആഡ് നാളേക്ക് പോകേണ്ടതായത്? നാളേക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുത്താ ഞാനാ മറുപടി പറയേണ്ടത്. ഞാൻ എന്ത് മറുപടി പറയും? എന്റെ ഏതെങ്കിലും ഒരു വർക്ക് താങ്കൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല നിങ്ങളുടെ വർക്ക്. താങ്കൾ അപ്പൊ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. ഇങ്ങനെ താങ്കൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യരുത്. 10:35 ആഡ് ചെയ്ത ഒരു ഡയറക്ടറെ ഞാൻ. ഇദ്ദേഹത്തിന് വർത്താനം നോക്കൂ. ഞാനിത് ചെയ്തിട്ടില്ല, സോറി, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, സോറി. ഗദ്ദാഫി ഡയറക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഹീസ് ഓൾസോ നോട്ട് വലിയ കുറെ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടർ അല്ല. ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ടോ ആരാണ് പുള്ളി എന്നുള്ളത്? അല്ല, അതല്ല, അതിപ്പോ ആരും ധരിപ്പിക്കാനോ ഒന്നും അല്ല ആരും വന്നിട്ടില്ല. പക്ഷെ യു ഷുഡ് നോട്ട് ടോക്ക് ലൈക്ക് ദിസ്. അങ്ങനെയല്ല, അല്ലല്ല, അയാൾ എന്നെ ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? നിങ്ങളുടെ ഞാൻ എന്താ മിണ്ടായിരുന്നത്? അല്ലെങ്കിൽ നീ പറയും ആ കുട്ടുകേടി ബഹളം ഉണ്ടാക്കി ഒച്ച വെച്ചെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ശരി, ചെയ്തിട്ട് പോയാൽ മതി, ചെയ്തിട്ട് പോയാൽ മതി, അല്ലാതെ പറ്റത്തില്ല. ചെയ്തിട്ട് പോയാൽ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കോമ്പൻസേഷൻ വിട്ടേരെ. പക്ഷെ 3 ലക്ഷം രൂപ തരാതെ പോകത്തില്ല. നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. 3 ലക്ഷം തരാൻ പറ്റാത്ത കുടുംബത്തിൽ നിന്നല്ല നമ്മൾ വരുന്നത്. 3 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയിക്കോ. അത്രേ ഉള്ളൂ. 3 ലക്ഷം രൂപ അപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ല, 3 ലക്ഷം തന്നിട്ട് പോയിക്കോ. ആ രീതിയിലുള്ള വർത്തമാനം വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള വർത്തമാനമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, ആരെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചല്ല ഇപ്പൊ ആദ്യം ഗദ്ദാഫി സംസാരിച്ചു. ഇതിപ്പോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ചെയ്യുവാണല്ലോ. അപ്പൂസെ ഡയലോഗ് പറഞ്ഞു കൊടുക്കും. എനിക്ക് പറ്റത്തില്ല. അപ്പൂസെ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ എനിക്ക് വയ്യ. ഇങ്ങനത്തെ ഒരു സീനിൽ എന്ത് ഇത് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ എന്തിനു കാണണം? ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ എന്തിനു കാണണം? ഞാൻ മിണ്ടാതിരിക്കണ കേട്ടെ. അല്ലെ പിന്നെ നീ കുറച്ച് പറയും കുട്ടു കയറി അവിടെ പ്രശ്നം ഉണ്ടാക്കി, കുട്ടു കാരണമല്ല ഇങ്ങനത്തെ പ്രശ്നം, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുവാണ്. അല്ലെങ്കിൽ ഫുൾ ഇവിടെ സീനായ അപ്പൂസനൊക്കെ പിടിച്ച് ഞാൻ തന്നെ അടിക്കണം. മുണ്ടില്ലേ? മുണ്ട് ഇനി ആരെ വെച്ച് ചെയ്യിപ്പിക്കും? ഇവരെ വെച്ചിട്ടാ. എന്താ ഹലോ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് മാൻ. ഇത് എന്തിനാ ഇങ്ങനെ പുച്ഛിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ എത്ര പുച്ഛം? അല്ല, നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാ അല്ലേ? അതിന് ഇത്രമാത്രം പുച്ഛിക്കേണ്ട ഞങ്ങളുടെ ഗ്രൂപ്പിനെ മാത്രമല്ല, നിങ്ങളെ ചെരുപ്പിനെയാണ് അപമാനിക്കുന്നത്. സ്ലിപ്പ് ആവില്ല, സ്പ്ലിറ്റ് ആവില്ല, യമുന സ്ലിപ്പേഴ്സ് മൈ കോൺഫിഡൻസ് പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പോയിക്കോ. സ്ലിപ്പ് ആവില്ല, സ്പ്ലിറ്റ് ആവില്ല, യമുന സ്ലിപ്പേഴ്സ് മൈ കോൺഫിഡൻസ്. ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യടോ. നടക്കോ ഷാൽബിന്? ഇത് ഞാൻ പറഞ്ഞില്ല, 7 മണിക്ക് എനിക്ക് പോണം. എന്റെ ക്രെഡിബിലിറ്റിയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അല്ലറ ചില ആർട്ടിസ്റ്റുകളൊന്നുമല്ല. വേഗം വേഗം വേഗം. സ്ലിപ്പ് ആവില്ല, സ്പ്ലിറ്റ് ആവില്ല, യമുന സ്ലിപ്പേഴ്സ് മൈ കോൺഫിഡൻസ്. വേഗം. എന്താ ഷാൽബിന്റെ അവസ്ഥ? ഒരെണ്ണം കൂടെ പോണോ? അടുത്ത പ്രൊഡക്റ്റ് ഈ ടോയ്ലറ്റ് ക്ലീനർ അല്ലേ? ഇവര് ചെയ്യില്ലെന്നല്ലേ പറയുന്നത്? ചെയ്യണം.
അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വെച്ചിട്ട് പോയാൽ മതി. അല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരു product ഇത് ഈ കള്ളിമുണ്ടിന്റെ എന്താ ഇപ്പൊ അവസ്ഥ? അത് ഇവിടെ ബാത്റൂമിൽ തന്നെ. എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തീർത്തിട്ട് പോവാൻ, എന്തായാലും വന്ന് പറ്റില്ല. ഞാൻ ആർക്കോ വേണ്ടി ചെയ്യരുത് പ്ലീസ്. ഇത് എമൗണ്ട് വാങ്ങിച്ച പൈസയുടെ പണിയാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ നമുക്ക് പക്ഷെ എന്നാലും പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾ പറഞ്ഞിരുന്നില്ലല്ലോ. എന്നാലും നമ്മൾ ചെയ്യുവാണ് മര്യാദ കൊണ്ട്. പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ഇതെങ്ങനെ എന്താ ഞാൻ ഉടുപ്പിക്കുന്ന പോലെ കാണിച്ചാൽ മതിയോ? ഈ പുള്ളി എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടന്ന് കൊടുകൂടാന്ന് സംസാരിച്ചോണ്ടിരിക്കണത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ടോ കൊണ്ട്. നല്ല ഇറക്കം, നല്ല മുറുക്കം. യമുന മുണ്ടുകൾ മൈ ഫേവറേറ്റ്. എങ്ങനെ ഞാൻ ഇങ്ങനെ ഉടുപ്പിക്കുന്ന പോലെ കാണിക്കണോ? അത് തന്നെയല്ലേ പറഞ്ഞത്, ഉടുപ്പിക്കുന്ന പോലെ കാണിച്ചാൽ മതി എന്ന്. ഇത് ശരിക്കും പറഞ്ഞുതരാണ്ട് എനിക്ക് ചൂടാകാളും ചൂടാവും. കുറെ നേരം ഞാൻ പറയുന്നത് അറിയില്ല, നിനക്ക് എന്നെ അറിയില്ല. നീ എന്നൊക്കെ വീട്ടിൽ വിളിച്ചാൽ മതി. വീട്ടിലല്ല, എവിടെയായാലും ഞാൻ വിളിക്കും. എന്നെ അറിയില്ല, ഞാൻ ചൂടാകും. ഞാൻ ആരാന്നറിയോ? എനിക്ക് അറിയേണ്ട ആവശ്യമില്ല താൻ ആരാണെന്ന്. ഇതിനേക്കാളും ചൂടാകാൻ എനിക്കറിയാം. എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. 3 ലക്ഷം നിങ്ങൾക്ക് 5 ലക്ഷം ആണെങ്കിൽ ഇപ്പൊ എന്ത് തരാം? വേണോ നിനക്ക്? എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോറി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. ഒരു 100,000 തവണ ഞാൻ പറഞ്ഞു ഇങ്ങനെയാ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടത്. ശബ്ദം താഴ്ത്ത്. വീടല്ല ഇത്, വീടല്ല ഇത്, വീടല്ല ഇത്. എന്നെ സ്റ്റോപ്പ് ചെയ്ത് തരണം അല്ലെങ്കിൽ ഇത് അതാണ് നീ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിക്കോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പ്രശ്നം എനിക്കൊരു മൂടില്ല ഇത് ചെയ്യാൻ. എനിക്കൊരു മൂടില്ല. ഒരു 1000 തവണ ഞാൻ പറഞ്ഞു ഇതാണ് ഡയലോഗ്, ഇതാണ് ഡയലോഗ് എന്ന്. ഞാൻ ഫ്രണ്ടിൽ നിൽക്കണോ സൈഡിൽ നിൽക്കണോ ബാക്കിൽ നിൽക്കണോ ഞാനാ തീരുമാനിക്കുന്നത്. എടോ ഞാൻ 15 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. പഠിപ്പിക്കണ്ട എന്നെ വർക്ക് പഠിപ്പിക്കണ്ട, എന്നെ വർക്ക് പഠിപ്പിക്കേണ്ട അർച്ചന എത്രത്തോളം വളർന്നിട്ടില്ല. 15 വർഷമായി ഞാൻ ഇവിടെ, 15 വർഷമായി. അങ്ങനെയാണെങ്കിൽ ആ റെസ്പെക്ട് എനിക്ക് തരണം. അഭിനയിക്കാത്ത ഒരാളുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കരുത്. ചെരിപ്പെടുത്ത് താൻ ഉണ്ടാക്കും. ഇപ്പൊ ചെയ്തിട്ട് ഞാൻ എത്രയും വേണം ചെയ്തിട്ട് പോയി. എനിക്ക് സമയമില്ല തർക്കിക്കാൻ വേണ്ടിട്ട്. ഇത്രയൊക്കെ ഇതായിട്ട് ചെയ്യണോ? ചെയ്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ലേ? ഇത് കമ്മ്യൂണിക്കേറ്റ് ഞാൻ ചെയ്തിരുന്നോ? ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ ഇല്ലയോ? ആരുടെ ഭാഗത്ത് മിസ്റ്റേക്കാ? അല്ല ഇതിപ്പോ നമ്മള് മറ്റേ വന്ന് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ഇത്രയും നേരം എന്നെ തെറി വിളിച്ചത്? നിങ്ങൾക്ക് ഒന്നും പറയാം. നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുക? ഞാൻ എന്താ പറഞ്ഞത്? ഞാനൊരു 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറാ. ഞാൻ മിണ്ടാതിരിക്കുവാണെന്ന് വെച്ചാൽ ഞാനത് അപ്പൂസിന്റെ അടുത്ത് കമ്മിറ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് നമ്മള് കമ്മിറ്റ് ചെയ്തൊരു വർക്ക് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ ഒരു ഡീസൻസി ഇല്ലെങ്കിൽ അതിന്റെ ഒരു എത്തിക്സോ, ഡീസൻസി എന്താണെന്നുള്ള വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്. ഡീസൻസി എന്താണെന്നുള്ള വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്. നിങ്ങൾ ഉച്ചരിക്കരുത്. ഡയറക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടർ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ആക്കിയിട്ട് എന്താ കാര്യം? അത് തന്നെ പറഞ്ഞാക്കോ എന്താ ഇറിറ്റേറ്റ് ചെയ്യല്ല. ഇറ്റ്സ് എ പ്രാങ്ക് ഷോ മാൻ. ഇറ്റ്സ് എ പ്രാങ്ക് ഷോ. പേടിച്ചാ? ഏത് കഥാപാത്രമല്ലേ ഞാനിപ്പോ അറിയില്ല. എന്നെ അറിയണമെങ്കിലേ പറഞ്ഞിരുന്നില്ല. ശ്രീതും നമ്മളും കൂടെ പ്ലാൻ ചെയ്ത സാധനമാണ് എനിക്കൊരു പണി തരാൻ വേണ്ടിട്ട്. പുള്ളി ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത ആളാ, അതായത് ചിലപ്പോ അടി വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സത്യം പറ, കുറച്ചു നേരം ഇവിടെ കഴിഞ്ഞ് സത്യയോട് എന്നെ പൊട്ടിച്ചാനെ. സത്യയോട് ഞാൻ ആർട്ട് ഡയറക്ടർ എന്നല്ല, ഞാൻ വെറും ആങ്കറാ.